ഇപ്പം നമ്മുടെ ബോട്ട് പുഞ്ചിരി ചെട്ടിയിലോട്ട് അടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു അടിപൊളി കാഴ്ചയാണ് നമ്മൾ കാണാൻ പോണത്. പാലം പൊക്കി എടുക്കുകയാണ്. ദൈവമേ, അടിപൊളി. നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് ആലപ്പുഴയിലാണ്. ആലപ്പുഴയിൽ നിന്നൊരു വ്യത്യസ്തമായ യാത്ര നടത്താൻ വേണ്ടിയിട്ടാണ്. നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് ഞാനും ആദർശ് ബ്രോയുണ്ട്. വർക്കല വീഡിയോയിലുണ്ടായിരുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ രണ്ടുപേരും കൂടി തിരുവനന്തപുരത്ത് നിന്ന് രാവിലെ ജനശതാബ്ദി കയറി ആലപ്പുഴ വന്നു. ഇനി ഇവിടെ ആലപ്പുഴയിൽ നിന്ന് സർക്കാർ ബോട്ടിൽ കോട്ടയത്തോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ സാധാരണ ആലപ്പുഴ വന്നു കഴിഞ്ഞാൽ മറ്റേ ഷിക്കാര വള്ളങ്ങളും നമ്മൾ പ്രൈവറ്റായിട്ട് എടുത്ത് പോകുന്ന അങ്ങനെയുള്ള വള്ളങ്ങളിലൊക്കെ അല്ലേ പോയിട്ടുള്ളത്. അപ്പോൾ സർക്കാർ ബോട്ടിൽ ചെറിയൊരു യാത്ര, അത് ഒരു 30 രൂപ റേറ്റ് ഉള്ളൂ. മുമ്പ് ഇവിടെ 18 രൂപയായിരുന്നു റേറ്റ്, അതിപ്പോൾ കൂട്ടി. എൻ്റെ പുറകെ കിടക്കുന്ന ഈ ബോട്ട് കൊല്ലത്തേക്കുള്ളതാണ്. അത് 600 രൂപയാണ്. 8 മണിക്കൂർ യാത്രയാണത്. നമ്മളിപ്പോൾ ആലപ്പുഴയിൽ നിന്ന് കോട്ടയത്തോട്ട് 2.5 മണിക്കൂറേ ഉള്ളൂ. 9:30 രാവിലെ 9:30 ആലപ്പുഴയിൽ നിന്നുണ്ട്. അവിടെ ഒരു 12 മണിയൊക്കെ ആകുമ്പോൾ എത്തും. അപ്പോൾ ബോട്ടിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇന്ന് വ്യത്യസ്തമായ ആ കാഴ്ചകൾ നമുക്കൊന്ന് കാണാം. ഇപ്പോൾ ഈ പോകുന്നത് ശിക്കാര വള്ളങ്ങളാണ്. അത് ഇത് പ്രൈവറ്റ് ആയിരിക്കും അല്ലേ? ഇത് പ്രൈവറ്റ് വള്ളങ്ങളാണ്, ബോട്ടാണ്. നമുക്ക് ഇത്ര മണിക്കൂറിന് ഇത്ര രൂപ, 500 1 മണിക്കൂർ 500 അങ്ങനെ എന്തോ ആണ് റേറ്റ്. നമുക്ക് ചോദിച്ചു നോക്കാം. അപ്പോൾ കോട്ടയത്തോട്ട് പോകാനുള്ള ബോട്ട് എത്തി. നല്ല തിരക്കുണ്ട്. അങ്ങനെ നമ്മൾ ബോട്ടിൽ കയറി. ഇതാണ് ബോട്ട്. നമ്മളിപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പം എതിരെ ഒരുപാട് ബോട്ടുകൾ വരുന്നുണ്ട്. പ്രൈവറ്റും അല്ലാതെ തന്നെ സർക്കാർ ബോട്ടുകളുമായിട്ട് ഒരുപാട് ബോട്ടുകൾ. പിന്നെ ഇവിടുത്തെ ലോക്കലായിട്ടുള്ള ആൾക്കാർ അവർ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി ചെറിയ ചെറിയ ബോട്ടുകൾ അവർക്കുണ്ട്. ഇപ്പോൾ ബോട്ട് വേറൊരു കുറച്ചുകൂടെ വിശാലമായിട്ടുള്ളൊരു സ്ഥലത്തെത്തി. അവിടെ നിന്ന് ഇങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ബോട്ട് പുഞ്ചിരി ചെട്ടിയിലോട്ട് അടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല പേര്, പുഞ്ചിരി ചെട്ടി. ഈ പോണ ബോട്ട് സൂപ്പർ എക്സ്പ്രസ് ബോട്ടാണ്. അത് കൃഷ്ണപുരത്തു നിന്ന് പോകുന്ന ബോട്ടാണ്. ഓരോ ബോട്ട് ചെട്ടിയിലും ബോട്ട് അടുപ്പിക്കുമ്പോൾ ഒരുപാട് ബോട്ട് ചെട്ടികളുണ്ട്. ഓരോ വീടിൻ്റെ മുന്നിലൊക്കെയാണ് ഓരോ ബോട്ട് ചെട്ടികളുള്ളത്. അവിടെയെല്ലാം ആളുകൾ കയറാനുണ്ടാവും, ഇറങ്ങാനുണ്ടാവും. അപ്പോൾ ഓരോ തവണയും അതിൽ നിന്ന് 2 പേര് ഇറങ്ങി ബോട്ട് ബാലൻസ് ചെയ്ത് നിർത്തിയിട്ട്, അതായത് ജെട്ടിയോട് അടുപ്പിച്ചിട്ട് വേണം ആൾക്കാർക്ക് കയറാൻ. ഇപ്പോൾ
നമ്മൾ കുറച്ചുകൂടെ വിശാലമായിട്ടുള്ള ഒരു ഏരിയയിലോട്ടാണ് ബോട്ട് എത്തിയത്. വെയിലും കുറച്ചൊന്ന് മാറിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ രാവിലെ ഉള്ള ഈ 9:30-ക്കുള്ള ബോട്ടിൽ വന്നു കഴിഞ്ഞാൽ വെയിലധികം ഉണ്ടാവില്ല. അപ്പം നമുക്ക് പോകുന്ന വഴിക്ക് നല്ല തണുത്ത കാറ്റാണ് വരുന്നത്. ഇപ്പോൾ വെയിലടിച്ചാലും നമുക്ക് ഒരു ചെറിയ ഒരു തണുപ്പും കൂടെ ഉള്ളതുകൊണ്ട് അത് ഫീൽ ചെയ്യില്ല. ഒമ്പിക്കാരം എന്ന് പറഞ്ഞൊരു ബോട്ട് ജെട്ടിയിൽ വന്നപ്പോൾ ബോട്ട് കുറച്ച് നേരം അവിടെ നിർത്തിയിട്ടു. എന്താണെന്ന് അറിഞ്ഞുകൂടായിരുന്നു. പിന്നീട് നമ്മൾ നോക്കിയപ്പോൾ ഈ ബോട്ടിൻ്റെ തന്നെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ പായലൊക്കെ സ്റ്റക്കായി നിൽക്കും. അപ്പോൾ അതൊക്കെ നീക്കം ചെയ്തിട്ടായിരുന്നു പിന്നെ അങ്ങോട്ട് നമ്മൾ യാത്ര തുടർന്നത്. എന്തായാലും ഈ 30 രൂപയ്ക്ക് ഇത്രയും കാഴ്ചകൾ കണ്ടത് ഒരു വലിയൊരു ലാഭം തന്നെയാണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ പ്രൈവറ്റ് ബോട്ടിൽ പോകുന്ന പോലെ നിർത്തി നമുക്കല്ലെങ്കിൽ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഇറങ്ങി അങ്ങനെയൊന്നും പോകാൻ പറ്റില്ല. എങ്കിലും ഇതിലിരുന്ന് കുറേ കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും. അതായത് നമുക്കിപ്പം പൊതുവേ ഇതുപോലുള്ള ഇപ്പം ബോട്ടിങ്ങൊന്നും നമ്മളെ അടുത്തില്ലാത്ത ആൾക്കാരുണ്ടല്ലോ ഒരുപാട്. അങ്ങനെയുള്ളവർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു ദിവസം വർത്താണ്. ഈ 30 രൂപയ്ക്ക് ഈ 2.5 മണിക്കൂർ കാഴ്ചയെന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. കായലുള്ള കാഴ്ചകൾ ഫുള്ള്, വയലും പിന്നെ കുറേ നീർക്കാക്കകൾ, പിന്നെ കുറേ വഴികൾ, പിന്നെ കുറേ ആൾക്കാർ മീൻ പിടിക്കാൻ നിൽക്കുന്നത്. ഇവിടെ തൊട്ടടുത്ത വീടുകളിൽ നിന്ന് വേറൊരു വീട്ടിലോട്ട് പോകുമ്പോൾ അത് അവർ ചെറിയ ചെറിയ അവരുടെ ബോട്ടുകളിലൊക്കെ ആയിരിക്കും പോകുന്നത്. അങ്ങനെ ആകെ ഒരു അടിപൊളി. പിന്നെ കുറേ ദേശാടന പക്ഷികൾ ഇവിടുത്തെ മരങ്ങളിലൊക്കെ വന്നിരിപ്പുണ്ട്. അതൊക്കെ അങ്ങനെ നല്ലൊരു കാഴ്ചയാണിത്. അപ്പോൾ ഇതാരും മിസ് ചെയ്യരുത്. പിന്നെ അതല്ല, നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണണം, കുറച്ച് അധികം കാഴ്ചകൾ, കുറച്ച് ചെറിയ ചെറിയ വഴികൾ, കുറച്ച് സ്ഥലങ്ങളിൽ ഇറങ്ങിയൊക്കെ പോകണമെങ്കിൽ അത് പ്രൈവറ്റ് ബോട്ട് അത് ആശ്രയിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇപ്പം നമ്മൾ ചെറിയ ഇടുങ്ങിയ വഴിയിലൂടെയാണ് ബോട്ട് പോകുന്നത്. 2 സൈഡിലും വീടുകളും ഒക്കെ കാണാം. വെള്ളം നല്ലോണം കലങ്ങി കിടപ്പുണ്ട്. അടിപൊളിയാണ് ഇതുവഴി പോകുമ്പോൾ. ഇത്രയും നേരം നമ്മൾ വന്നതിനേക്കാൾ അടിപൊളി കാഴ്ചകളാണിത്. 2 സൈഡിലും വീടുകളുണ്ട്. പിന്നെ കുഞ്ഞു കുഞ്ഞു ബോട്ടുകളൊക്കെ കിടപ്പുണ്ട്, വീട്ടുകാർക്ക് പോകാനുള്ള ബോട്ടുകൾ. ഇപ്പോൾ നമ്മൾ കോട്ടയം എത്താറായി. ശരിക്കും ഇനി ഇവിടെ നിന്ന് ഒരു 5 കിലോമീറ്ററേ ഉള്ളൂ. ശരിക്കും നമ്മൾ ഇത്രയും നേരം കണ്ട കാഴ്ചകൾ നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകൾ തന്നെയാണ്. പക്ഷേ ഇപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ വയലും കൂടി വന്നു. നമ്മുടെ എതിരെ ഒരു ബോട്ട് വരുന്നുണ്ട്. ഇത് നമുക്ക് കുറച്ചുകൂടെ അടുത്ത് വരുമ്പോൾ കാണാം. കോട്ടയം എത്താൻ നമ്മുടെ എതിരെ വന്നൊരു ബോട്ട് പോകുന്നു. പിന്നെ അങ്ങ് ദൂരെ ഒരു ബ്രിഡ്ജ് കാണുന്നുണ്ട്. നമ്മുടെ അതിൻ്റെ ഒരു ഓവർ ബ്രിഡ്ജ് കാണുന്നുണ്ട്. അതുവഴി വണ്ടിയൊക്കെ പോകുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഇപ്പോൾ നമ്മൾ അടുത്തടുത്ത് വരികയാണ്. ഇപ്പോൾ ഇതിൻ്റെ 2 വശത്തുമായിട്ട് ഞാൻ പറഞ്ഞില്ലേ, വയലും പിന്നെ വാഴ കൃഷിയും കുറേ മരങ്ങളും. ഇപ്പോൾ ഈ കാണുന്ന ആ കല്ല് കെട്ടിയിരിക്കുന്ന ആ ഭാഗം ഒരു വഴിയാണ്. അപ്പോൾ അതുവഴി വണ്ടികളൊക്കെ പോകുന്നുണ്ട്. അതിലെല്ലാം പ്ലാസ്റ്റിക് ബോട്ടിൽ കിടപ്പുണ്ട് കുറേ. സംഭവം ഇവിടെ കുറേയൊക്കെ എന്താ പറയുക, ഒരു പൊള്യൂട്ടഡായിട്ട് കുറേ കിടപ്പുണ്ട്. പ്ലാസ്റ്റിക്, പിന്നെ ഈ പായൽ, ഇതിപ്പോൾ ഒരുപാട് പായലിങ്ങനെ കൂടി കിടപ്പുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടി ഇതെങ്ങനെ പോകുമെന്നറിയില്ല.
ദൈവമേ, അടിപൊളി. ഇത്രയും നേരം നമ്മൾ വന്നിട്ട് ഇപ്പോഴാണ് ഒരു ടാറിട്ട റോഡും പാരലായിട്ട് ഒരു ടാറിട്ട റോഡും ഇപ്പോൾ ഒരു ഓവർ ബ്രിഡ്ജും ഒക്കെ കാണുന്നത്. ഒരു അടിപൊളി കാഴ്ചയാണ് നമ്മൾ കാണാൻ പോണത്. പാലം പൊക്കി എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് സ്റ്റോപ്പിൽ ഇപ്പോൾ എത്തി. ഇതാണ് നമ്മൾ വന്ന ബോട്ട്. ഇനി ഇതിവിടുന്ന് നമ്മളിപ്പോൾ ഒരു 12 മണിയൊക്കെ കഴിഞ്ഞു കേട്ടോ വന്നപ്പം. അപ്പോൾ ഇത് ഇനിയിപ്പോൾ ഇവിടുന്ന് 1 മണിക്ക് തിരിച്ച് ഈ കോട്ടയത്തു നിന്ന് ആലപ്പുഴയിലേക്കുണ്ട് ഈ ബോട്ട്. ഈ ഒരു ബോട്ടിൽ വന്ന് ഇവിടെ ഇറങ്ങിയ ശേഷം തൊട്ടടുത്ത് തന്നെ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെ ഒരു ചെറിയൊരു ക്യാൻറ്റീനുണ്ട്. അവിടെ നല്ല ഫുഡൊക്കെ കിട്ടും. അപ്പോൾ അവിടെ നിന്ന് അതൊക്കെ കഴിച്ചിട്ട് വേണമെങ്കിൽ ആ 1 മണിക്കുള്ള ബോട്ടിൽ തിരിച്ചു പോകാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് ബസ്സിലോ ട്രെയിനിലോ തിരിച്ചു പോകാം. ഇപ്പോൾ ബോട്ട് തിരിച്ചുകൊണ്ടിരിക്കുകയാണ്. തിരിച്ചു പോകാനായിട്ട് തിരിച്ചിടുകയാണ്. കോടിമാത സ്റ്റേഷൻ അടുത്തുള്ള പോലീസ് ക്യാൻറ്റീനിൽ നിന്ന് ഞങ്ങൾ ഊണും കക്കയിറച്ചിയും അവിടുത്തെ സ്പെഷ്യലാണ്, അതൊക്കെയാണ് കഴിച്ചത്. ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്, ബഡ്ജറ്റിൽ ഒതുങ്ങി നിൽക്കുന്നതാണ്, പിന്നെ നല്ല ടേസ്റ്റും ഉണ്ട്. പിന്നെ ഊണൊക്കെ കഴിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ വെളിയിൽ അവിടെ ഒരു പാർക്കുണ്ട്, അവിടെ കുറച്ച് നേരം വിശ്രമിച്ചിട്ട് വേണമെങ്കിൽ പോവാം. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ഒരു യാത്ര? ഫുൾ അടിപൊളിയായിരുന്നില്ലേ? നല്ല കിടക്കാച്ചി കുറേ വിഷ്വൽസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഒരു ദിവസം, അതായത് ഒരു ദിവസത്തിൻ്റെ ഒരു പകുതിയോളം നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്തു. രാവിലെ വന്നതും പിന്നെ അവിടുന്ന് ബോട്ട് കയറി ഇവിടുന്ന് 2-2.5 മണിക്കൂറോളം യാത്ര ചെയ്ത് വന്നതൊക്കെ അടിപൊളിയായിരുന്നു. അത്രയും നല്ല കാഴ്ചകളായിരുന്നു. അപ്പോൾ എല്ലാവരും വന്ന് കാണണം. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവരും വരിക. ബായ്.